ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ കണ്ടു വർക്കിന് പോകുന്നത്. ഇത് മൈസൂർ പാലസാണ്. മൈസൂരിലൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ സജിയും ഞാനും കൂടിയാണ് പോകുന്നത്. സജി ഇന്ത്യയിൽ ഒരുവിധം സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുള്ളതാണ്. പോകാത്ത സ്റ്റേറ്റ് ആകെ 3-4 സ്റ്റേറ്റുകളുള്ളൂ. ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാനും ഒരുവിധം സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആയിട്ട് അടിപൊളിയാണ്. നല്ല സ്റ്റൈലാണ് കാണാൻ. ഹൈവേയിലൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ എന്താ രസം എന്ന് പറയുമോ. ബസ്സൊക്കെ അങ്ങനെ ചീറിപ്പോയത് പറക്കാണ്. നല്ല സ്പീഡിലാണ് പോവുക. ഇവിടെ താഴെ കാണുന്നൊക്കെ ബിൽഡിങ്ങുകളെ മേൽഭാഗമാണ്, അടിയിലേക്കാണ് ബിൽഡിങ്ങുകളൊക്കെ. ഇത് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ വൈറ്റ് ഹൗസാണ് ഇപ്പോൾ ഇത് ബാംഗ്ലൂരിലെ. ഞാൻ ബാംഗ്ലൂരിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ വീഡിയോസിൽ ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ മജസ്റ്റിക് മാർക്കറ്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ എത്തി. ഇവിടുന്ന് ഒരു ബസ്, ഒരു ഓട്ടോ എന്തെങ്കിലും വിളിച്ചാൽ പോകാമെന്ന് കരുതി. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഓട്ടോയിൽ കയറിയാണ്ട് കുറച്ച് ദൂരെ യാത്ര ചെയ്യാനുള്ളൂ. ഇത് ഇവിടുത്തെ മെട്രോൻ്റെ തൂണുകളാണിത്. നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ യൂണിവേഴ്സിറ്റി, സെൻറ്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യാനുള്ളത്. ബാംഗ്ലൂർ സിറ്റിക്ക് സെൻറ്ററിൽ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയൊക്കെ സെൻറ്റിന് തന്നെ എന്തുമാതിരി റേറ്റ് ഉണ്ട്. ഇതൊരു 10-50 ഏക്കർ സ്ഥലത്തൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഫുള്ള് കട്ടകൾ പതിച്ചൊക്കെയാണ്. ഇത് ചെറിയ കരിങ്കല്ലിൻ്റെ കട്ടകൾ. ഇതിന് തന്നെ കോടികൾ വില വരും. എന്താ സ്റ്റൈലും ബിൽഡിങ്ങുകളൊക്കെ അറിയോ. സ്റ്റേഡിയമാണത്. ഇത് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ഹാളാണ്. അടിയത്തെ ഗ്രാനൈറ്റൊക്കെ കണ്ടാൽ തന്നെ എന്താ സ്റ്റൈൽ അറിയോ. ഒമ്പം യൂണിവേഴ്സിറ്റിയാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഈ അടുപ്പാണ് പൊളിച്ച് ചെയ്യാനുള്ളത്. ഇവിടെ ഇത് പുറത്തുള്ളൊരു അടുപ്പാണ്. അപ്പോൾ കാസ്റ്റ് ഒരു അടുപ്പയുമ്പോൾ ഉണ്ട്. കുറച്ച് വലിയ അടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പൈപ്പൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷേ പൈപ്പൊക്കെ ചെയ്തൊക്കെ ഒരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അതൊക്കെ പൊളിച്ച് ഇഷ്ടികയൊക്കെ അവിടുന്ന് പൊളിച്ചെടുത്ത് ഇഷ്ടികയൊക്കെ അവിടെ തന്നെ നിരത്തി മെറ്റലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഇവിടെ ഇഷ്ടിക ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നത് നല്ല അടിപൊളി ഇഷ്ടികകളാണ്. നല്ല ഇഷ്ടിക തന്നെ കിട്ടും. പാക്കിംഗ് ആയിട്ട് വരുന്ന ഇഷ്ടികയായിട്ടൊക്കെ കെട്ടി, അടുപ്പ് കെട്ടി ഫില്ല് ചെയ്ത് നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അത് കെട്ടിയൊക്കെ ഏകദേശം ലെവലായപ്പോൾ തന്നെ അന്ന് വൈകുന്നേരമായി. അപ്പോൾ ബാക്കി പണി രാവിലെ ചെയ്യാമെന്ന് കരുതിയിട്ട് അടുപ്പ് ഇഷ്ടികട്ടിലൊക്കെ കഴിച്ചിട്ടാണ്ട് തൽക്കാലം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ബാക്കി വർക്കുകൾ ചെയ്യുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മെറ്റലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങനെ അടുപ്പ് ഫിറ്റിങ്ങിലുള്ള എല്ലാ 2 ഡബിൾ പൈപ്പ് കൊടുക്കാമെന്ന് കരുതി. കാരണം വലിയ അടുപ്പാണ്. ഒന്ന് 12 ഒന്ന് 16 ആണ് അടുപ്പിൻ്റെ വലുപ്പം. അപ്പോൾ അവർക്ക് വിറക് വെക്കാനുള്ള സ്പേസ് ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്തു. ആദ്യം തന്നെ ലോങ് പോയി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ ഉള്ളിൽ ചാക്കും ചട്ടയൊക്കെ ഇട്ടുകാണ്ട് കത്തിച്ചൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അത് പുക പോകുമോ എന്താണെന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം തിരിച്ചു പോരാൻ. കാരണം പിന്നീട് ഒരു പ്രശ്നം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റിയ സ്ഥലമല്ലല്ലോ. ഒക്കെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ച് നാട്ടിലേക്ക് പോരുള്ളൂ. അടുപ്പൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി ടൈലൊന്നും ഒട്ടിക്കണ്ട. നന്നായിട്ട് തേച്ച് ഗ്രൗട്ടൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്താൽ മതി. പിന്നെ എല്ലാ അടുപ്പിനും റെഡ്യൂസറുണ്ട്. 16ൻ്റെ അടുപ്പാണെങ്കിലും അതിനും റെഡ്യൂസറൊക്കെ വെച്ചാണ്ട് തന്നെ ചെയ്യൽ. നല്ല ക്ലിയറായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അതിൻ്റെ ഹോൾസും കാര്യമൊക്കെ കറക്റ്റാണ്. ഒക്കെ ഫിറ്റ് ചെയ്ത് കത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടൊക്കെ പോരൽ. ഇത് പിന്നെ തലേന്ന് തന്നെ ഒന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് പിറ്റേന്ന് വെള്ളമൊക്കെ നനച്ച് ക്ലിയർ ആക്കിയിട്ടതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാനും സജിയും പോയി ചെയ്യലുണ്ട്. ഭോപ്പാൽ, വിജയവാഡ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, മൈസൂർ, പിന്നെ മംഗലാപുരം, ഒഡീഷ, കൽക്കത്ത, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. പൂനെ, മുംബൈയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ സജ്ജി ഞാനും തന്നെ പോയി. സജ്ജി നല്ലൊരു ബയോഗ്യാസ് പ്ലാന്ററാണ്. അവർക്ക് ബയോഗ്യാസിൻ്റെ വർക്ക് കിട്ടുമ്പം ആ കൂട്ടത്തിൽ എനിക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് അവരുണ്ടാക്കി തരും. അങ്ങനെ അവിടെ എല്ലായിടത്തും പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.